എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ചപ്പാത്തിയും സോയാബീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ വരുമ്പോഴത്തേക്ക് അമ്മ ചപ്പാത്തി കുഴച്ച് ഉരുളകളാക്കി അത് പരത്താൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. ചപ്പാത്തി പെട്ടെന്ന് ഉണ്ടാക്കിച്ച് വേഗം തന്നെ ഒക്കെ കറിയാക്കാതെ ഇവിടെ കൊറേ പരത്തി വെച്ചിട്ടുണ്ട്. അന്ന് എല്ലാവർക്കും ചപ്പാത്തിയാണ് രാത്രി. അമ്മ ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങി. അതുകൊണ്ട് എനിക്കിന്ന് നല്ല സൗകര്യമായി. ഞാൻ പിന്നെ കറീൻ്റെ ഭാഗം നോക്കാമെന്ന് വിചാരിച്ചു. സോയാബീൻ ആദ്യം തന്നെ വെള്ളത്തിലിടുക, അതൊന്ന് തിളപ്പിക്കുക. ഇനി ഇതിനാവശ്യമായ പച്ചക്കറികൾ തയ്യാറാക്കാം. ആദ്യം തന്നെ ഉരുളക്കിഴങ്ങെടുത്ത് പീൽ ചെയ്ത് വെച്ചു. പിന്നെ ഉള്ളി തൊലി കളഞ്ഞെടുത്തു. തക്കാളി, പച്ചമുളക്, മല്ലിയില ഇവയൊക്കെ റെഡിയാക്കി കഴുകി വെച്ചു. വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ സോയാബീൻ തിളച്ച് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ വെള്ളം ഊറ്റിക്കളയുക. ഇതുപോലെ വെള്ളം ഊറ്റിയിട്ട് എടുത്ത് വയ്ക്കുക. നമ്മുടെ പച്ചക്കറികളൊക്കെ മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സോയാബീനും അതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ ഉരുളക്കിഴങ്ങെടുത്ത് കുക്കറിലൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഞാനിതിൽ വേറെ തേങ്ങയൊന്നും ചേർക്കുന്നില്ല. മഞ്ഞൾപ്പൊടി ഇടുക. ഇനി ഒരു ഉരുളിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് വെളുത്തുള്ളി മുറിച്ച് വെച്ച ഉള്ളിയിൽ നിന്ന് കുറച്ചെടുക്കുക. തക്കാളി ഇതുപോലെ തന്നെ എടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റുക. നല്ല ബ്രൗൺ നിറമാവുന്നവരെ വഴറ്റുക. അതിനുശേഷം അത് മാറ്റി വയ്ക്കുക. പിന്നീട് ഉരുളിയിൽ ജീരകം വറുക്കുക. അതിനുശേഷം ബാക്കിയുള്ള ഉള്ളിയും വെളുത്തുള്ളിയും തക്കാളിയും ഒക്കെ ഇട്ട് വഴറ്റുക. സോയാബീൻ ഇതിലോട്ട് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിന് ഇനി ആവശ്യമായ പൊടികളെല്ലാം ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, സാമ്പാർ പൊടി, മസാലപ്പൊടി, അങ്ങനെ നമ്മുടെ കയ്യിലുള്ള പൊടികളെല്ലാം ഇനി ഇതിലോട്ട് തട്ടാം. എരിവ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ അളവിലിടാം. ഇന്ന് ഞാൻ കുറച്ച് എരിവ് ആക്കിയാണ് ഉണ്ടാക്കുന്നത്. മസാലക്കറി ആയതുകൊണ്ട് തന്നെ കുറച്ച് എരിവാക്കിയിട്ടുണ്ട്. കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട് ഇതിലേക്ക്. എന്നിട്ട് ഇതൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ പച്ച സ്വാദ് മാറുന്നത് വരെ ഇളക്കിയതിന് ശേഷം നമുക്ക് പാറൂട്ടിയും സഹായിക്കാൻ എത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും പാകത്തിന് ഉപ്പിടുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് വേവാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ആദ്യം വഴറ്റിയെടുത്ത തക്കാളി ഉള്ളിയും മിക്സിയിൽ അടിച്ചെടുക്കുക. ഇതുപോലെ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉടച്ചു കൊടുക്കണം. കറിയിൽ തേങ്ങ ചേർക്കാത്തതുകൊണ്ട് ഇത് നന്നായിട്ട് ഉടച്ചിട്ട് ചേർക്കും. അതുപോലെ തക്കാളി ഉള്ളിയും കൂടി മിക്സിയിൽ അടിച്ചതും ചേർത്ത് കൊടുക്കും. സോയാബീൻ മസാലകളൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ ഉരുളക്കിഴങ്ങ് ഉടച്ചിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തക്കാളി ഉള്ളി അരച്ചത് ഇതിൻ്റെ കൂടെ ചേർക്കുക. നമുക്ക് കൊഴുപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ഗോതമ്പ് പൊടി എടുത്ത് വെള്ളമൊഴിച്ച് കലക്കി ഇതിലേക്ക് ഒഴിക്കാവുന്നതാണ്. കൊഴുപ്പിനനുസരിച്ച് ചേർക്കാം. നമ്മുടെ സോയാബീൻ മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു കഷ്ണം വെള്ളം ഇട്ട് കൊടുക്കാം. അതുപോലെ മല്ലിയില മുറിച്ചിട്ട് അതും ഇതിലോട്ട് ഇനി ചേർത്ത് കൊടുക്കാം. സോയാബീൻ കറി റെഡി. ഇനി മോൾക്ക് വിളമ്പി കൊടുക്കാം. അവൾ നേരത്തെ വിശക്കുന്നതെന്ന് പറഞ്ഞ് വന്നതാണ്. അവൾക്ക് വിളമ്പി കൊടുത്തിട്ട് അവളുടെ അഭിപ്രായം അറിയാം. അവൾ കഴിക്കുന്നുണ്ട്. മോളെ, എങ്ങനെയുണ്ട് ചപ്പാത്തി മസാലക്കറിയും? എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു.